ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും കാർലോ ആഞ്ചലോട്ടി പടിയിറങ്ങുകയാണ്. അക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുക. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സെസാർ ലൂയിസ് മെർലോ നൽകിയിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിനോട് ആഞ്ചലോട്ടി ഇപ്പോൾ യെസ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം വരാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് മെർലോ പറഞ്ഞിട്ടുള്ളത്. വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയലിനെ പരിശീലിപ്പിക്കാൻ ആഞ്ചലോട്ടി ഉണ്ടാവില്ല. അതിനു മുന്നേ തന്നെ അദ്ദേഹം പടിയിറങ്ങും. മാത്രമല്ല, ഈ ഒരു ഇറ്റാലിയൻ പരിശീലകന്റെ സ്റ്റാഫുകളും അതുപോലെ തന്നെ പ്രമുഖ ബിസിനസ്മാനായ ഡിയേഗോ ഫെർണാണ്ടസും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതായത് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡിയേഗോ ഫെർണാണ്ടസ് ആണ് ആഞ്ചലോട്ടിയോട് സംസാരിക്കുന്നത്. CBFന്റെ പ്രസിഡന്റായ എഡ്ലാൻഡോ റോഡ്രിഗസിന്റെ അടുത്ത സുഹൃത്താണ് ഡിയേഗോ ഫെർണാണ്ടസ്. അദ്ദേഹം ഒരു ബിസിനസ്മാൻ കൂടിയാണ്. അദ്ദേഹവും അതുപോലെ തന്നെ ആഞ്ചലോട്ടിയുടെ സ്റ്റാഫും തമ്മിൽ സംസാരിക്കും. അതിലാണ് കോൺട്രാക്റ്റിന്റെ ലെങ്ത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൺഫേം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് 2030 വേൾഡ് കപ്പ് വരെ ആഞ്ചലോട്ടിയെ ടീമിന്റെ പരിശീലകനായി കൊണ്ട് നിലനിർത്താൻ ബ്രസീൽ ആഗ്രഹിക്കുന്നുണ്ട്. 2030 വരെയുള്ള ഒരു വലിയ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഫുട്ബോൾ ലോകത്ത് ഒരു ഇന്റർനാഷണൽ പരിശീലകൻ അഥവാ ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്ന പരിശീലകന് ലഭിക്കുന്ന ഏറ്റവും വലിയ സാലറി തന്നെ നൽകാൻ ഇപ്പോൾ CBF ഒരുക്കമായിട്ടുണ്ട്. റയലിൽ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിക്കുന്ന അതേ ഒരു സാലറി ബ്രസീലും ഇപ്പോൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും വലിയ ഒരു കോൺട്രാക്റ്റ് തന്നെയാണ് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ ഒരു പരിശീലകന് നൽകാനിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.